ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചപ്പോഴും നമ്മൾ ചേനത്തണ്ട് വെച്ചിട്ട് തോരൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തോരൻ ഉണ്ടാക്കുന്ന രീതിയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അത് ചേനത്തണ്ട് കട്ട് ചെയ്തുകൊണ്ടിട്ട് അവസാനത്തെ തോരനും കൂടെ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പം കുറേ പേർക്ക് ഈ ചേനത്തണ്ട് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഇന്ന് നമ്മൾ ഈ ചേനത്തണ്ട് തോരൻ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചേനയുടെ അടുത്ത് പോയിട്ട് നമുക്കൊരു ചേനത്തണ്ടൊക്കെ ഒടിച്ചുകൊണ്ട് വരാം. അപ്പം നമുക്ക് പോയി ആദ്യം ഒരു ചേനത്തണ്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചേന കൃഷി നമ്മൾ 10-35ഓളം ചേന നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കാന്താരി, ഉഷാറാക്കിയ കാന്താരി നിൽപ്പുണ്ട്, നമ്മുടെ ചേമ്പ് നിൽപ്പുണ്ട്, കൂവ വളർന്ന് നല്ലതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചതായ വളങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ജൈവ സ്ലറിയൊക്കെ നമ്മൾ ഉപയോഗിച്ചു, കിച്ചണിലെ വേസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് ഉപയോഗിച്ചു. അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വളങ്ങൾ, ഈ പിന്നെ ചേനയ്ക്കും കൂവയ്ക്കും ചേമ്പിനും ഒക്കെ നമ്മൾ ഇട്ടത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ജൈവ സ്ലറിയൊക്കെ ഏറ്റവും നല്ല വളമാണ്. അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അതൊക്കെ ഉണ്ടാക്കി എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ചേനത്തണ്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ ചേന എടുത്താണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ചേന എല്ലാം നമ്മളെയും കൈ പൊക്കത്തിലാണ് നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ ഈ രണ്ട് ഇതായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ചേന ആദ്യം വന്ന തണ്ട് ഇതാണ്. ഇത് മൂത്ത് പോയി. ഇത് നമ്മൾ യാതൊരു കാരണവശാലും ഇത് വെട്ടരുത്. അപ്പോൾ അതിൻ്റെ ഇളയ തണ്ടാണ് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് വെട്ടുന്നത്. കണ്ടോ? ഇതാണ് ചേനത്തണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇലയും തോരൻ വയ്ക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല. ഒരു പ്രാവശ്യമെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കണം അല്ലേ. നല്ലതാണെന്നാണ് പറയുന്നത് ചേനയുടെ ഇലയും തോരൻ വയ്ക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തണ്ട് എടുത്താൽ ചൊറിയോ ഇല്ലയോ എന്നുള്ളത്. ഇത് പിന്നെ സ്വല്പമൊക്കെ ചൊറിയായിരിക്കില്ല. എനിക്കങ്ങനെ വലിയ ചൊറിച്ചിലൊന്നും തോന്നിയില്ല. അഥവാ ചൊറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ആദ്യം ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചൊറിയത്തൊന്നുമില്ല കേട്ടോ. ഇത് ചേനയുടെ കൂട്ട് ഇത് തണ്ട് അങ്ങനെ ചൊറിയാറില്ല. അപ്പോൾ നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേനത്തണ്ട് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് നല്ല നീളത്തിലൊരു ചേനത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3ആയിട്ട് നമുക്കത് മുറിച്ചിട്ട് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കാം. അതല്ല നമുക്ക് കുറച്ച് മതിന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. പയറും കൂടെ ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി കൂടുതൽ കാണും ഇത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ചെത്തിയെടുക്കണം. ഇങ്ങനെ എല്ലാ തൊലിയും നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചേനത്തണ്ട് നമ്മൾ ഇതേപോലെ ചെത്തിയെടുക്കണം. അപ്പം നമ്മുടെ കൈ ചൊറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിരുന്നാൽ മതി. അപ്പം ചൊറിച്ചിലൊക്കെ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഈ രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ ചേനത്തണ്ടെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമ്മളതിനെ നല്ലതുപോലെ കഴുകിയിട്ട് പിഴിഞ്ഞ് പിന്നെ ഒരു കൊട്ടയിലാക്കി വെച്ചിരുന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്ന് കിട്ടും. എന്നിട്ട് നമുക്കിനത് കറി വയ്ക്കാം. നമ്മൾ ചേനത്തണ്ട് നല്ലതുപോലെ കഴുകി വാരിയെടുക്കണം. അതിൻ്റെ വെള്ളം, ഒന്നാമതേ ചേനത്തണ്ട് വെള്ളമാണ്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും കറി വെക്കുമ്പോൾ വെള്ളം ഇരുന്നാലും പിന്നെ വെള്ളം പറ്റിച്ചെടുക്കാനായിട്ട് പ്രയാസപ്പെടും. അപ്പം നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഹോളുള്ളൊരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോയാൽ ഒരുപാട് വെള്ളം ഇട്ട് പറ്റിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഗ്യാസൊന്നും കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നമ്മൾ തിരിങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം അതിന് വേണ്ടുന്ന എരിവിന് വേണ്ടിയിട്ടും ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാന്താരി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ചേനത്തണ്ട് തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ 1 കപ്പ് ചെറുപയർ അല്ലെങ്കിൽ വൻപയർ നമ്മളിതിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൻപയറാണ്.
അപ്പം നമുക്കിനി ഇത് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ 2 തണ്ട് കറിവേപ്പ് നമ്മൾ ആ തേങ്ങയുടെ കൂടെ ഇട്ട് ചതയ്ക്കുന്നു. അപ്പോൾ ഈ കാന്താരി ഉണ്ടല്ലോ, ഇതിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ നമ്മുടെ തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. 2 പച്ചമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചതച്ച് വെച്ചിട്ട് തേങ്ങ അതിനകത്തോട്ട് ഇട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്ത്. ഇപ്പം തേങ്ങ നല്ലതുപോലെയൊക്കെ ഇട്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്തോട്ടുണ്ടല്ലോ നമ്മൾ 1 കപ്പ് പയർ വേവിച്ചത് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പം 1 കപ്പ് പയർ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പം പയറും കൂടി ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം ഞാനാണ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചേനത്തണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത് പയറിട്ടെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ 1 കപ്പ് പയർ, നമുക്ക് ആവശ്യത്തിനുള്ള പയർ, ഇപ്പോൾ ഒരു ചേനത്തണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് പയറെങ്കിലും അതിനകത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൻപയറാണ്. വൻപയർ നമ്മൾ നേരത്തെ വേവിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ കിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിരുന്നാൽ നമുക്കത് നല്ല പരുവായിട്ട് കിട്ടും. അപ്പോൾ ആ പയറാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചേനത്തണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുമ്പത്തിലൊക്കെ ചേന നട്ടാൽ നമുക്ക് ചേനത്തണ്ട് തോരൻ വയ്ക്കാം. ഓണത്തിന് നമുക്ക് ചേന കിളയ്ക്കാം. അങ്ങനെയൊക്കെയുള്ളതായ ഗുണങ്ങളുണ്ട്. അപ്പം കുറേ പേര് നമ്മൾ ഒപ്പം തന്നെ കുമ്പത്തിൽ ചേന നട്ടവരുണ്ട്. അവർക്കൊക്കെ ഇതേപോലെ തോരൻ വയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചേനക്കറി ഒക്കെ വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം പയറും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പയറും ചേനത്തണ്ടും കൂടെ എല്ലാം ഈ അരപ്പുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്വല്പം തീ ഒന്ന് കൂട്ടിയിട്ടിട്ട്, ഒരുപാട് വേണ്ട കേട്ടോ, ഒരു മീഡിയത്തിലോട്ടൊന്ന് ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അങ്ങ് പൊക്കളയരുത്. സ്വല്പ നേരം കഴിഞ്ഞിട്ട് അതിനെ തുറന്ന് നോക്കി നമ്മളൊന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിനകത്ത് യാതൊരു കാരണവശാലും വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പയർ വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങ നമ്മൾ ഒന്ന് ഇതായിട്ട് ഇടുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ പയർ അതിനകത്ത് ഇട്ട് കൊടുത്താൽ അതിൽ കിടന്ന് സ്വല്പം കൂടെ ഒന്ന് വെന്തോളൂ. എന്നിട്ട് നമുക്ക് ഈ ചേനത്തണ്ട് ഇട്ടാലും മതി. പക്ഷേ എങ്കിൽ നമ്മുടെ പയർ വെന്തതായതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചേനത്തണ്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാൻ എന്തായെന്ന്. നല്ലതൊരു ആവിയൊക്കെ വരുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർത്തില്ലെങ്കിലും നല്ല പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം നനവ് ഒട്ടുമില്ലാതെ നല്ല പരുവമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അഥവാ നമ്മൾ വെള്ളം പിഴിയാതെ വെച്ചിരുന്നാൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന മാതിരി ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് കുറേ പേര് പറഞ്ഞതിന് പ്രകാരമാണ് ഈ ചേനത്തണ്ട് തോരൻ കാണിക്കണം ചേച്ചി എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരം കൂടെ ഒന്ന് ഇരുന്നോട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അപ്പം നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും ചേനത്തണ്ട് വെറുതെ കളയരുത്. ഇതേപോലെ തന്നെ നമുക്ക് ചേമ്പന്തണ്ട് വയ്ക്കാം, ചേനത്തണ്ട് വയ്ക്കാം. ഒന്നും ഇനി വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ രുചികരമായ ചേനത്തണ്ട് തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഒരു ചേനത്തണ്ടും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്.
അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ചിന്നും മിന്നും ഇവിടെ നിൽപ്പുണ്ട്. അവിടെ അത് ഉമ്മ വരിക. മതി 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 ഉമ്മ. ഓ മതി മതി മതി. എന്നെ കുത്തിക്കളയല്ലേ, നിൻ്റെ കൊമ്പ് കാണുമ്പോൾ പേടിയാവും. ഇവിടെ ഒരു പാറ കിടപ്പുണ്ടേ, അതിനകത്ത് 2 പേർക്കും കാലി വിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുത്തുകൂടും. ഇവിടെയാണ് കുത്തുകാരി മറിയമ്മ. ഇത് പാവാ, ഇത് മിന്നുക്കുട്ടി. ഇവിടെ നിന്നോ കേട്ടോ.